നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചൽ എന്ന യുവതിയെ മാതാപിതാക്കൾ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പരമ്പരാഗത ദൈവവിശ്വാസത്തിനെതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ. ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി, ഇങ്ങനെ പലതും ഭിത്തിയിൽ എഴുതി വെച്ചിരുന്നു. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏഞ്ചലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്ന വിവരങ്ങൾ പല ദുരൂഹതകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. തുടക്കത്തിൽ അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, പിന്നീട് പിതാവ് കൃത്യമായും, അതായത് ജോസ്മോൻ പോലീസിന് മുൻപാകെ മൊഴി നൽകുന്നു, കൊലപ്പെടുത്തിയതാണെന്ന് പറയുന്നു. അതിനുശേഷം അമ്മയും ഈ കൊലപാതകത്തിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന വിവരം പുറത്തു വരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ ശരണ്യ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തേറെ നടുക്കമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ഏഞ്ചലിന് എന്തിനാണ് ഏഞ്ചൽ ആ രാത്രിയിൽ പുറത്തുപോയത്? ആരെ കാണാനാണ്? ഈ കൊലപാതകത്തിൽ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഈ സാത്താൻ സേവയൊക്കെ പിന്തുടർന്ന വ്യക്തിയായിരുന്നോ ഏഞ്ചൽ? ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. നിലവിൽ ആ വീടിൻ്റെ ഭിത്തിയിൽ ഏഞ്ചലിൻ്റെ മുറിയിൽ എഴുതി വെച്ചിരുന്ന ചില വാചകങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസും വിരൽ ചൂണ്ടുന്നത്. എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കണ്ടെത്തലുകൾ? ടോമ, ഈ ഒരു കേസ്, അതായത് ആലപ്പുഴ ഓമനപ്പുഴയിൽ 28-കാരിയായ മകളെ അച്ഛൻ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കേസാണ് നമുക്ക് പോലീസിൽ നിന്ന് വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യയല്ല, മറിച്ച് ഈ ഏഞ്ചലിന്റെ മരണം ഒരു സാധാരണ മരണം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും പ്രഥമ ദൃഷ്ട്യാ തന്നെ കഴുത്തിൽ ഉൾപ്പെടെയുള്ള പാടുകളും മറ്റും മനസ്സിലാക്കിയതിൽ നിന്ന് ഏഞ്ചലിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ, അതായത് പോലീസ് ഏഞ്ചലിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ തന്നെ അച്ഛൻ ജോസ്മോൻ മണ്ണഞ്ചേരി പോലീസിന് മുന്നിൽ ഹാജരായി താൻ മകളെ കൊല ചെയ്തു എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഈ കൊലയുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നൽകിയ ചില വിവരങ്ങളാണ് ഏറ്റവും ദുരൂഹമായി നിലനിൽക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് മകൾ തുടർച്ചയായി വൈകി വരുന്നത് ഈ അച്ഛനെ അലോസരപ്പെടുത്തിയിരുന്നുവെന്നും അത് ഒരു കൊലപാതകത്തിലേക്ക്, ഏറ്റവും ഒടുവിൽ വൈകി വന്നപ്പോൾ ഉണ്ടായ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നതുമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില ദുരൂഹതകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും നാട്ടുകാരോടുമൊക്കെ ആ വീടുമായി ബന്ധപ്പെട്ടുമൊക്കെ നടത്തുന്ന അറിവുകളിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് വടക്ക് ഭാഗത്ത് ഉള്ള വീടിന്റെ പുറം ഭാഗത്ത് ഒരു വാക്യം ഏഞ്ചൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യ വാക്ക് മോക്ഷ എന്നാണ്. ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ എന്ന് ഏഞ്ചൽ എഴുതി വെക്കുകയും അത് നിറം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു നിറം നൽകിയൊരു എഴുത്ത് ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തിൽ നിന്നാകാം എന്നുള്ള ഒരു ദുരൂഹത, ആത്യന്തിക മുക്തി, ഒപ്പം തന്നെ അങ്ങനെയുള്ള അല്ലെങ്കിൽ മോക്ഷ, സാൽവേഷൻ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ
ഉള്ള ഒരു എഴുത്ത് അവിടെ വന്നിരിക്കുന്നത്, അതിനെ സംബന്ധിച്ചൊരു അന്വേഷണവും ചിന്തയും പോലീസിന് ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയാം. 2, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ലാബ് ടെക്നീഷ്യൻ കൂടിയായ ആശുപത്രിയിൽ ജോലി നോക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു മകൾ വൈകി വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അച്ഛനും അമ്മയും കൊലപ്പെടുത്താൻ കൂട്ടുനിൽക്കുമോ, ആ അച്ഛൻ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ അമ്മ ഉൾപ്പെടെ അതിന് കൂട്ടുനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നിരുന്നു. അതിനുള്ള ചില ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക രീതിയിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഏഞ്ചലിന്റെ അച്ഛൻ പോലീസിന് നൽകിയ മൊഴി, ഏഞ്ചൽ 11 മണിയോ വീട്ടിലെത്തിയതിനു ശേഷം, ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം രാത്രി പുറത്തേക്ക് പോയി 11 മണിയോടുകൂടി മടങ്ങിയെത്തിയ ഘട്ടത്തിൽ അവരുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ തർക്കമുണ്ടായി. ആ ചോദ്യം ചെയ്യലിനിടയിൽ ഏഞ്ചൽ ആദ്യം ചെയ്തത് അച്ഛനെ അവിടെ ഇരുന്ന ഒരു കുപ്പി, അതായത് വെള്ളം നിറച്ച ബോട്ടിലെടുത്ത് അച്ഛനെ എറിയുകയായിരുന്നു. ആ എറിഞ്ഞതിനെ തുടർന്ന് ഇവർ തമ്മിലുള്ള ഒരു വാക്കേറ്റം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. ആ ഘട്ടത്തിൽ ഏഞ്ചൽ അവിടെ ഇരുന്ന ബൈബിൾ എടുത്ത് വലിച്ചെറിയാനുള്ള ശ്രമം നടത്തി. അതോടുകൂടിയാണ് ജോസ്മോൻ വളരെയധികം പ്രകോപനത്തോടു കൂടി ഏഞ്ചലിനെ കടന്നു പിടിക്കുകയും ഏഞ്ചൽ അമ്മയെയും അപ്പൂപ്പനെയും ആഞ്ഞു ചവിട്ടുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇവര് ഏഞ്ചലിനെ പിടിച്ചു വെക്കുകയും അമ്മ ഏഞ്ചലിന്റെ കൈ പിൻഭാഗത്ത് ചേർത്ത് നിർത്തി പിടിച്ചു വെക്കുകയും ഒപ്പം തന്നെ അച്ഛൻ ഏഞ്ചലിനെ കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. ബോധരഹിതയായി വീണ ശേഷം ഏഞ്ചലിനെ ഇവർ അച്ഛൻ അവിടെ ഒരു തോർത്ത് ഉപയോഗിച്ച് വീണ്ടും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ഒരു പിടിവലിക്കിടയിൽ സംഭവിച്ച ഒരു കാര്യമല്ല, വീണതിന് ശേഷം കൊലപ്പെടുത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം ഒരു വിരോധം ഏഞ്ചലിനോട് അവർക്ക് തോന്നി എന്നുള്ളതാണ്. ഈ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ ഇവര് ക്രൈസ്തവ വിശ്വാസികളായ ആളുകളാണ്. ആ വീട് മുഴുവൻ എന്തായാലും ഇങ്ങനെ പല ദുരൂഹതകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്നു മുതലാണ് ഏഞ്ചലിന്റെ സ്വഭാവത്തിൽ ഈ മാറ്റം വന്നു തുടങ്ങിയത്? അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാത്താൻ സേവയെ പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു ഏഞ്ചൽ എന്ന് സംശയമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും വീട്ടുകാർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഏഞ്ചലിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ചു കാണണം. നേരത്തെ അവരുടെ ഒരു കുട്ടിക്കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏഞ്ചൽ വളരെ പള്ളിയുമായി അടുപ്പമുണ്ടായിരുന്ന, കുട്ടിക്കാലത്ത് വളരെ പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്ന, പിന്നീട് കന്യാസ്ത്രീയാകാൻ സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീയാകാൻ പോകുന്നു, കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കുന്നു. അതിനുശേഷം അതുപേക്ഷിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നു. 3 വർഷത്തോളം ദാമ്പത്യ ജീവിതം, കുട്ടികളൊന്നും ഉണ്ടായില്ല. അതേ തുടർന്ന് ഏഞ്ചൽ ഭർത്താവുമായി പിരിഞ്ഞ് 6 മാസം മുൻപ് വീട്ടിലേക്ക് വരുന്നു. എവിടെയാണ്, എന്നു മുതലാണ് ഏഞ്ചലിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റമുണ്ടാകുന്ന, ഇത്തരം ദുരൂഹത ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഏഞ്ചൽ മാറിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്? ഈ കന്യാസ്ത്രീ പഠനം കഴിഞ്ഞു വരുന്ന ഘട്ടത്തിൽ നമ്മൾ അയൽവാസികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ ടോം നേരത്തെ സൂചിപ്പിച്ച കാര്യം വളരെ കറക്റ്റാണ്. അതായത് ഈ കുടുംബം അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. വളരെ സജീവമായി അതിനകത്ത് ഇൻവോൾവ് ആയി നിൽക്കുന്ന ആളുകളും ഒപ്പം ഈ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ അച്ചടക്കത്തോടു കൂടി പോവുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. മക്കൾ 2 പേരെയും അതുപോലെ തന്നെ ചേർത്ത് പിടിച്ചാണ് ജോസ്മോൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മഠത്തിലേക്ക് പോയ ഏഞ്ചൽ പിന്നീട് അത്തരത്തിൽ മതപഠനം പൂർത്തീകരിച്ച് കന്യാസ്ത്രീ ആയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന ഘട്ടത്തിൽ ഏഞ്ചലിനെ കണ്ട ഒരു കാര്യം അയൽവാസിയായ സ്ത്രീ നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു. അവർ പറഞ്ഞത്, ഈ ഏഞ്ചലിന്റെ പെരുമാറ്റത്തിലോ ഒന്നും മറ്റു കാര്യങ്ങളോ ഒന്നും അവർ പറയുന്നില്ല. അവരെ പുറമെ കാണുമ്പോൾ ഏഞ്ചൽ വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ഏഞ്ചലിന് സ്തുതി നൽകാനായി എത്തിയ തങ്ങളുടെ മുന്നിൽ ഏഞ്ചൽ മുഖത്തോട്ട് പോലും നോക്കിയില്ല എന്നുള്ളതാണ്. ദേഷ്യഭാവമായിരുന്നു, അന്നൊരു വല്ലാത്ത ഭാവമായിരുന്നു ഏഞ്ചൽ എന്നുള്ളതാണ്. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ പറഞ്ഞത്, ഏഞ്ചൽ പിന്നീട് തിരുവസ്ത്രം ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് അറിഞ്ഞതെന്നാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അച്ഛനും അമ്മയും, അതായത് നമുക്കറിയാം ഒരു കന്യാസ്ത്രീ അത്തരത്തിലുള്ള തിരുവസ്ത്രം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ പഠനം മുഴുവൻ പൂർത്തിയാക്കിയ ഒരാളാണ് ഏഞ്ചൽ. അങ്ങനെ ആ ഒരു ചട്ടക്കൂടിലൂടെ പോയ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിരോധം ഈ ഒരു സംവിധാനത്തോട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അച്ഛനും അമ്മയും പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു
എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അങ്ങനെ മൊഴി നൽകിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏഞ്ചൽ ഇടപെട്ടു എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞു 2 വർഷവും ഏതാനും മാസങ്ങളും ആകുന്നു വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷേ വിവാഹിതനായ പുരുഷനോടും പലപ്പോഴും പല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ദേഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് വീട്ടുകാർ മൊഴി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏഞ്ചലിനെതിരായി പറഞ്ഞാൽ ആ ഭക്ഷണം ഉൾപ്പെടെ വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ ആ കൊലപാതകം നടക്കുന്ന ദിവസം ഉണ്ടായതുപോലെ ആ അപ്പൂപ്പനെയും അമ്മയെയും ചവിട്ടുന്ന രീതിയിൽ അത്ര ആ ഒരു വയലൻസിലേക്ക് ഏഞ്ചൽ പല ഘട്ടത്തിൽ കിടക്കുന്നു. ഭർത്താവ് പോലീസിന് മൊഴി നൽകിയത് തനിക്ക് ഏഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് എന്നുള്ളതാണ്. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന ഘട്ടത്തിൽ വാഹനം തുറന്ന് ഏഞ്ചൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മറ്റൊരാളുടെ വാഹനത്തിലേക്ക് തട്ടുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ കാറിലിരുന്ന് താൻ ഏഞ്ചലിനോട് അത് തിരുത്താൻ അപ്പോൾ ശ്രമിച്ചില്ല. കാരണം ഏഞ്ചൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ താൻ ഇക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത്, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങളെ പോലീസ് കൊണ്ടുപോകും എന്നുള്ളൊരു മറുപടിയാണ്. അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന മറുപടിയാണ് ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് പോലും, അതായത് വീട്ടുകാരോട്, ഭർത്താവിനോട്, സ്വന്തം കുടുംബാംഗങ്ങളോട്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോട് വളരെ ഇൻഡിഫറൻ്റായി പെരുമാറിയിരുന്ന ഒരാളാണ് ഏഞ്ചൽ എന്നുള്ളതാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മതവിശ്വാസങ്ങളെയൊക്കെ വീടിനകത്ത് എതിർക്കുന്ന ഏഞ്ചൽ ഈ മതപരമായ ചടങ്ങുകൾക്ക് പോവുകയും ആളുകളോടൊക്കെ വളരെ സൗമ്യമായി പുറത്തുള്ള ആളുകളോടൊക്കെ ഇടപഴകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു രഹസ്യ സ്വഭാവം ഈ ക്യാരക്ടറിനകത്ത് ഉണ്ടായിരുന്നു. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളാണോ എന്നറിയില്ല. പക്ഷേ അതേസമയം ഈ കഴിഞ്ഞ കുറേ നാളുകളായി വീട്ടിൽ വന്ന് നിന്നതിന് ശേഷമുള്ള ഏഞ്ചലിന്റെ രാത്രികാല യാത്രകൾ വീട്ടുകാരെ വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അന്വേഷണ സംഘം വ്യക്തമാക്കാത്തൊരു കാര്യമുണ്ട്, മരണപ്പെടുന്ന രാത്രി ഏഞ്ചൽ എവിടെയായിരുന്നു എന്നുള്ളത്. അതിന് നമ്മൾ ഈ അച്ഛനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, സ്ഥിരമായി രാത്രി പുറത്തു പോയി വൈകിയാണ് വരുന്നത് എന്നുള്ളതാണ്. ആ രാത്രികളിലെ യാത്രകൾ എവിടെയാണ്? മറ്റ് ബന്ധങ്ങളില്ല എന്ന് പറയുന്നു, അധികം സൗഹൃദങ്ങളില്ല എന്ന് പറയുന്നു. അങ്ങനെ പോകുന്ന ആ പെൺകുട്ടി എവിടെയാണ് ചെന്നിരുന്നത്? ഇവരുടെ ഇത്ര പ്രകോപനം, കൊലപ്പെടുത്താൻ ബോധരഹിതയായി വീണ ഘട്ടത്തിലും വീണ് കഴിഞ്ഞു വീണ്ടും കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ 15 വർഷമായി ഞങ്ങൾ സഹിച്ചു മടുത്തു എന്നുള്ള രീതിയിലാണ് അച്ഛനും അമ്മയും ഒരുപോലെ മൊഴി കൊടുത്തത്. അവർക്ക് ഏഞ്ചലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അതായത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക്, അത് വിവാഹിതയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവിവാഹിതയാണെങ്കിലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ട് പുറത്തു പോകാൻ, രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു പോകാൻ കഴിയില്ല? അല്ലെങ്കിൽ അങ്ങനെ പുറത്തു പോയതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയെങ്കിൽ അത് ഈ അച്ഛനെ അമ്മയാണ് പഠിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അതൊരു മകളല്ല, ആരെയാണെങ്കിലും കൊലപ്പെടുത്തിയത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസും അന്വേഷിക്കുന്നത്, നമ്മളും പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഇതുപോലെ വീട്ടിൽ സ്ഥിരമായി അക്രമം സൃഷ്ടിക്കുന്ന, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, അവിടെ ഒരു ദുരഭിമാനത്തിനപ്പുറം ഒരു മകൾ രാത്രിയിൽ പോകുന്നത് നാട്ടുകാർ അറിയുന്നു. അതിനപ്പുറം ഒരു ദുരഭിമാനത്തിനപ്പുറമുള്ള പല നിഗൂഢതയും ഈ സംഭവത്തിന് പിന്നിലുണ്ട്. എന്തായാലും കൊലക്കേസിൽ 2 പേരും, ഈ അച്ഛനും അമ്മയും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാത്താൻ സേവയുമായി ബന്ധമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ രാത്രിയിൽ എന്തിനാണ് ഏഞ്ചൽ പുറത്തുപോയത്, ഇക്കാര്യങ്ങളൊക്കെ ഈ കേസുമായി, ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇതിനകത്ത് ടോം നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ മീഡിയ അത് പല രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒന്ന്, രാത്രികാലങ്ങളിൽ ഒരു പെൺകുട്ടി പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ അത് സദാചാര ബോധം, ദുരഭിമാനം കണക്കിലെടുത്ത് കൊലപ്പെടുത്തുന്ന ഒരു രീതിയെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. 2, ഈ ഏഞ്ചലിന്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വന്നു എന്നുള്ളതാണ്. 2 രീതിയിലുള്ള പോസ്റ്റുകൾ വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏഞ്ചലിന് അത്തരത്തിലുള്ള മറ്റ് വഴിവിട്ട സഞ്ചാരങ്ങളോ കാര്യങ്ങളോ ഏഞ്ചലിന് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് രീതിയിലുള്ള മറ്റ് ബന്ധങ്ങളോ അതിൻ്റെ ഭാഗമായി ഏഞ്ചൽ പുറത്തു പോകുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നതായല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ പോക്കിൽ ദുരൂഹതയുണ്ട്, തിരിച്ച് വൈകി വരുന്നതിൽ ദുരൂഹതയുണ്ട്. അത്തരം കാര്യങ്ങൾ, മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ദിവസവും ഏഞ്ചൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭിത്തിയിൽ എഴുതി
ിരിക്കുന്ന വാചകങ്ങൾ, ഒപ്പം തന്നെ മരണപ്പെട്ട ദിവസം ഏഞ്ചൽ എവിടെ ആയിരുന്നു എന്ന്, അതായത് വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോയി വീട്ടിലേക്ക് വന്ന ഏഞ്ചൽ എവിടെയായിരുന്നു എന്നുള്ള കണ്ടെത്താനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ അവർ ആ കേസ് വന്നിരിക്കുന്നത് തന്നെ കൊലപാതകം നടന്നിരിക്കുന്നു, പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഒതുങ്ങാതെ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പോഴും ഹൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ പെൺകുട്ടി രാത്രി എവിടെയായിരുന്നു പോയത്? ഏഞ്ചൽ പോലെ, അതായത് ഇത്രയധികം സഭയുമായി ചേർന്ന് നിന്ന് അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനത്തിനടക്കം പോയി, പിന്നീട് അത് പഠനം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഏഞ്ചൽ അത് ഉപേക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ച ഏഞ്ചലും ഈ ഒരു ബൈബിൾ അവർ ഏറ്റവും അധികം വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന, വിശുദ്ധമായി കാണുകയും ചെയ്യുന്ന ആ പുസ്തകം എടുത്ത് എറിയത്തക്ക രീതിയിൽ ഉള്ളൊരു പ്രകോപനം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാചകങ്ങൾ എഴുതിയിടുക, അതൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു പരിശോധനയിലേക്കും അവർ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റേതോ മതവിശ്വാസങ്ങളാണ് അല്ലെങ്കിൽ മറ്റേതോ വഴിയിലൂടെയാണ് ഏഞ്ചൽ സഞ്ചരിച്ചിരുന്നെന്നുള്ള സൂചന നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചൽ എന്ന യുവതിയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ദുരൂഹത ജനിപ്പിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വരുന്നത്. പോലീസ് അതിലേക്കും ഏഞ്ചലിൻ്റെ യാത്രകളിലേക്കും അന്വേഷണം നടത്തുന്നുണ്ട്. 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന 54-കാരൻ്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുകയാണ് കോഴിക്കോട് പോലീസ്. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയ പോലീസ് കൊല നടന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നും മുഹമ്മദ് അലി പിന്നീട് വെളിപ്പെടുത്തി. ഇതിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മുഹമ്മദ് അലി മാനസിക രോഗത്തിന് ചികിത്സയിലെന്ന് സഹോദരൻ പൗലോസ് പോലീസിനെ അറിയിച്ചു. ആന്റണി എന്ന് പേരുള്ള ഇയാൾ പിന്നീട് മതം മാറി മുഹമ്മദ് അലി ആവുകയായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 39 വർഷം മുൻപ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാൾക്ക് 14 വയസ്സുള്ളപ്പോൾ നടത്തിയ ഒരു കൊലപാതകത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം താൻ രണ്ടാമതൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് പറയുന്നു. ആകെ അടിമുടി ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇയാൾ ആന്റണി എന്ന പേരുള്ള ആൾ മതം മാറി മുഹമ്മദ് അലി ആകുന്നു. ഇയാളുടെ ജീവിതത്തിൽ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, ഒരു മകൻ്റെ മരണം, മറ്റൊരു മകൻ്റെ അപകടം, അങ്ങനെ തുടർച്ചയായി ജീവിതത്തിൽ ഇതുപോലെ ദുരന്തങ്ങൾ വേട്ടയാടിയപ്പോൾ മാനസാന്തരപ്പെട്ട് കുറ്റബോധത്താൽ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നാണ് പോലീസിനോട് മുഹമ്മദ് അലി തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇയാളുടെ സഹോദരൻ ഇപ്പോൾ പറയുന്നു ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ടോമോ, അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ രേഖാചിത്രം സിനിമയ്ക്ക് സമാനമായ ചില കഥാഗതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലത്ത് വന്ന് പറയുന്നു താൻ ചെറുപ്പത്തിൽ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറ്റബോധം തന്നെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊലപാതകം ചെയ്ത് ഇപ്പോൾ 2 കൊലപാതകമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ ആദ്യ കൊല ചെയ്തു എന്ന് പറയുന്ന കൂടരഞ്ഞയിൽ പോലീസ് തെളിവെടുക്കുന്നു. അന്ന് ആ സമയത്ത്, അതായത് ആദ്യ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന 1986 കാലത്ത് ആ സ്ഥലത്ത് ഒരാൾ, അജ്ഞാതനായ ഒരാൾ കൊല്ലപ്പെട്ടു. പിന്നീട് തിരിച്ചറിയാത്ത മൃതദേഹം സംസ്കരിക്കപ്പെട്ടു എന്നൊക്കെ ഈ പത്രക്കട്ടിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പഴയ കേസ് രജിസ്റ്ററിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നു. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെ 1989, അതായത് ആദ്യ കൊലപാതകം നടത്തി 3 വർഷം കഴിയുമ്പോൾ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊല്ലുന്നുവെന്ന് ഇയാൾ വീണ്ടും വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പുതിയ ചില വിവരങ്ങൾ പോലീസിനോട് പറയുന്ന സാഹചര്യം. ആദ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഈ മുഹമ്മദ് അലി വെളിപ്പെടുത്തിയതനുസരിച്ചുള്ള ഒരു കേസ് 1989 സെപ്റ്റംബർ 24 കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നടന്നു എന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് വീണ്ടും ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണത്തിനായുള്ള ഒരു നടപടിക്രമം പോലീസ് തയ്യാറാക്കിയിരിക്കുന്നു. ടൗൺ ACP TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ഈ കേസിന്റെ അന്വേഷണത്തിനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യ കൊലപാതകം 86-ൽ നടന്ന, അതിന് 3 വർഷങ്ങൾക്ക് ശേഷം, ഇത് 14 വയസ്സിൽ ആദ്യ കൊല നടത്തി 3 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ജോലി ആവശ്യത്തിനായി കോഴിക്കോട്ടേക്ക് ഇദ്ദേഹം മാറുന്നത്. അവിടെ വെച്ച് ഈ സുഹൃത്ത് ബാബു എന്ന ആളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ഒരാളെ കൊലപ്പെടുത്തിയത്. ഈ പണം തട്ടിപ്പറിച്ച് പോകുന്ന
ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഇയാളെ അമ്മായി ഏറ്റുമുട്ടൽ നടക്കുന്നതും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു എന്നതും. അതുകൊണ്ട് ഈ ബാബു എന്ന് പറയുന്ന ഒരാൾ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ പ്രതി എന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ബാബുവിനെ അടക്കം ചോദ്യം ചെയ്ത് ആരാണ് ഈ ബാബു എന്ന് കണ്ടെത്തണം. ഒപ്പം ഈ മരിച്ച ആൾ ആര്, ഈ വെള്ള ആയിൽ ബീച്ച് ഭാഗത്ത് വെച്ച് അന്ന് മരിച്ച കേസിലെ ആൾ ആരാണ്, എന്താണ് അന്ന് നടന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെ ഈ പുനഃസൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം പോലീസിനുണ്ട്. രണ്ട് കേസിലും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇതിനിടയിലാണ് നാടകീയമായി ഇയാൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി സഹോദരൻ പൗലൂസ് രംഗത്തെത്തിയിരിക്കുന്നത്. മാനസിക രോഗത്തിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പൗലൂസിന്റെ സഹോദരനായ ആന്റണി എന്നാണ് മുഹമ്മദ് അലിയുടെ നേരത്തെ പേര്. അയാൾ വിവാഹം കഴിക്കുകയും പിന്നീട് വേങ്ങരയിലേക്ക് താമസമാക്കുകയും അവിടെ വർഷങ്ങളായി താമസിച്ചു വരികയുമാണ്. അതുകൊണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുകളിൽ കാര്യമായ കഥയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഈ ആരോഗ്യപരമായ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ പോലീസിനെയും മറ്റുമൊക്കെ കുഴയ്ക്കുന്ന പ്രശ്നം ഈ മുഹമ്മദ് അലി എന്ന ആന്റണി പറഞ്ഞ ഇടത്തായി രണ്ട് മരണങ്ങൾ ഈ പറഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പാലക്കാട് സ്വദേശി എന്ന് കരുതപ്പെടുന്ന ആളാണ് കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അന്ന് മരണകാരണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ പോലെ അത്യാധുനികമായ സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കുന്നു. ഈ മരിച്ച ആൾക്ക് ഈ ചുഴലി പോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ അബദ്ധവശാൽ കാൽ വഴുതി വീണ് മരിച്ചതായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ്. അതായത് ഈ കഴിഞ്ഞ മാസം 5-നാണ് ഈ മുഹമ്മദ് അലി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുൻപ്. ഈ ഒരു മാസ കാലയളവിൽ പോലീസ് അന്വേഷണം നടത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായത്? കാരണം ഇതുവരെ 39 വർഷം മുൻപ് നടന്ന കൊലപാതകമായതുകൊണ്ട് കൃത്യമായ തെളിവുകൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആകെ ഒരു പത്രവാർത്ത മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ആകെയുള്ളൊരു തുമ്പ്. ഇതിലേക്ക് അന്വേഷണം നടത്തുക, ആരാണ് മരിച്ചതെന്ന് കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ അനീഷ്? ടോം, അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ 14-ാം വയസ്സിലാണ് കൂടരഞ്ഞിലെ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കൊന്നു എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇതിനുശേഷം പോലീസ് പ്രാഥമികമായ ചില പരിശോധനകൾ നടത്തി. ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡുകൾ പരിശോധിച്ചു. ഒപ്പം പഴയ പത്ര കട്ടിങ്ങുകൾ അല്ലെങ്കിൽ പഴയ കാലത്തുള്ള പത്രത്തിലെ ഫയലുകൾ തപ്പി. എന്തായാലും ഈ സമയപരിധിയിൽ 116/86 എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ മരിച്ച സ്ഥലം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പത്രത്തിൽ പറയുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ FIR പ്രകാരം പഴയ കേസ് രജിസ്റ്ററുകളിൽ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ആ മൃതശരീരം കടന്നത്. ഒപ്പം ഈ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് അവിടെ നിന്ന് മരിച്ചു എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ആ സ്പോട്ടിൽ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ആരാണ് മരിച്ചത് എന്നത് കൃത്യമായ ഒരു വിവരമില്ല. ഈ കൂടരഞ്ഞിയിൽ പുറത്തുനിന്നും ജോലിക്ക് വന്ന ഒരു ആളാണ് അവിടെ മരിച്ച്. അതുകൊണ്ട് അന്ന് ജോലിക്ക് കൊണ്ടുവന്ന ആളുകളെ കേന്ദ്രീകരിച്ച് ഈ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം അന്ന് ജോലി നൽകിയ അല്ലെങ്കിൽ തൊഴിൽദാതാവായ ആളുകൾക്ക് ഈ സ്ഥലത്തേക്ക് ജോലിക്കായി ആളെ കൊണ്ടുവന്ന ആളുകൾക്ക് ഒരു ചെറിയ ഓർമ്മയെങ്കിലും കാണും. കാരണം അവരുടെ പണിസ്ഥലത്ത് അല്ലെങ്കിൽ അവർ പണിക്കായി എത്തിച്ച സ്ഥലത്ത് നടന്ന ഒരു അസ്വാഭാവികമായ സംഭവമാണ് ഒരു കൊലപാതകം എന്നത്. അവിടെ അതേക്കുറിച്ച് അല്ലെങ്കിൽ മരണം എന്നത് അതേക്കുറിച്ച് അന്വേഷിക്കാം. അവരുടെ മൊഴിയെടുത്തിരിക്കാം. മറ്റ് സാഹചര്യ തെളിവുകളെ കുറിച്ചൊക്കെ അന്ന് വളരെ ബ്രീഫായ ഒരു അന്വേഷണം ഒരുപക്ഷെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ കിട്ടി. പക്ഷേ ഇരിട്ടി സ്വദേശി എന്ന ഒരു വിവരം, ഒരു അവ്യക്തമായ വിവരമല്ലാതെ ഇതാരാണ് മരിച്ചത് അല്ലെങ്കിൽ ഇരിട്ടിയിൽ തന്നെയുള്ള ആളാണോ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബാക്കി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നടക്കമുള്ള ഒക്കെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതുകൊണ്ട് ഇരിട്ടിയിൽ നിന്നാവും ഒരുപക്ഷെ ഇനി പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇരിട്ടിയിൽ നിന്നും കാണാതായ ആളുകൾ അല്ലെങ്കിൽ ജോലിക്ക് പോയ ശേഷം കാണാമറയത്തായ ആളുകൾ എന്നിവരെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസ്. കാരണം മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത് വാർത്തയായി പുറത്തു വരുമ്പോൾ, ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരിട്ടിയിൽ നിന്നും വളരെ നേരത്തെ ജോലിക്ക് പോയി കാണാതായ ആളുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ആളുകൾ ഇരിട്ടിയിൽ നിന്നും കൂടരഞ്ഞിയിലേക്കാണ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ തേടി ബന്ധുക്കൾ എത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരും എത്തിയതായി രേഖകളിൽ പറയുന്നില്ല. പോലീസിന്റെ റിപ്പോർട്ടുകളിലും അങ്ങനെയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എന്തായാലും മരിച്ച ആൾ തയ്യാറായി, ഈ സംഭവം നടന്നു എന്ന കാര്യവും അല്ലെങ്കിൽ കൊന്ന ആൾ ഈ കേസിന്റെ
പ്രതിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. ഈ മരിച്ചു കിടന്ന് എന്ന് പറയപ്പെടുന്ന സ്ഥലം കൃത്യമാണ്. അത്തരമൊരു മരണം നടന്നു എന്ന് പോലീസ് രേഖകളിലും പത്രരേഖകളിലും പറയുന്നുമുണ്ട്. പക്ഷെ ആരാണ് മരിച്ചത്, എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ നടന്നത്, റീപോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ വളരെ തുലവും സാധ്യത കുറവാകും. കാരണം അന്ന് എവിടെയാണിത് മൃതദേഹം സംസ്കരിച്ചത്, അന്ന് സംസ്കരിച്ചെടുത്ത് അതേ രീതിയിൽ തന്നെയാണോ ഇപ്പോഴും ഭൂമിയുടെ തരമുള്ളത് എന്നടക്കമുള്ള ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ ഇതിൽ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഒന്നൊന്നായി പോലീസിന് കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ലഭ്യമുണ്ടോ, കേസ് രേഖകളിൽ എന്തൊക്കെ വിശദാംശങ്ങളാണുള്ളത്, ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ ജോലിക്ക് വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടി വരും. അങ്ങനെയാണ് കൂടുതലിലെ കേസ് പോകുന്നത്. മറുവശത്ത് വെള്ളയിലെ കേസിലും ഈ ഒരു പടി കൂടി കടന്ന് ബാബു എന്ന ഒരാൾ കൂടി തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദ് അലി പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇനി പോലീസ് നീങ്ങും കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ 39 വർഷം മുൻപ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് അലി എന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി എന്ന വ്യക്തി ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. പക്ഷേ അതിനുശേഷം ഇയാൾ മറ്റൊരു കൊലപാതകം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ എന്തായാലും പരിശോധിക്കുന്നതാണ്. മറ്റു ദുരൂഹതയുണ്ടോ, ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും പോലീസ് ഗൗരവത്തിൽ തന്നെയാണ് ഈ 2 കേസുകളും പരിശോധിക്കുന്നത്. എറണാകുളം ഇടപ്പള്ളി പോണേക്കരയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വഴിത്തിരിവ്. പെൺകുട്ടികളുടെ വീട്ടുകാർ പരാതി പിൻവലിച്ചു. കാറിലുണ്ടായിരുന്ന ഒമാൻ സ്വദേശികൾ മിഠായി നീട്ടിയത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമാണെന്ന് കുട്ടികൾ സംശയിച്ചതാണെന്ന് പോലീസ് പറയുന്നു. അവർ ഒമാൻ സ്വദേശികളാണ്. അവർ ചികിത്സയ്ക്ക് വേണ്ടി ടൂറായിട്ടും വന്നതാണ്. വന്നിട്ട് തിരിച്ചു പോകുന്ന വഴി അവിടെ വെച്ച് ഒരു കുട്ടിയെ അച്ഛനെ കണ്ടു. അവന് മിഠായി കൊടുത്തു. അതിൽ നിന്നൊരു ആവേശം കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവർ അടുത്ത 2 കുട്ടികളെ കണ്ടപ്പോൾ ഒരേ മിഠായി കൊടുത്തു. ഒരു കുട്ടി വേണ്ടെന്ന് പറഞ്ഞു, ഒരു കുട്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ചെറിയൊരു സംശയം, വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയ സംശയം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് അവരുടെ വണ്ടിയെ ട്രേസ് ചെയ്ത് അവരെ ഹോട്ടലിൽ നിന്ന് അവരെ ഇവിടെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ കുട്ടികളെ കണ്ടാൽ അവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. എങ്ങനെ കൊടുക്കുന്നുള്ളതല്ല, മറ്റ് സംശയങ്ങളൊന്നുമില്ല. അത് അമ്മയെ വിളിച്ചു വരുത്തി അമ്മയും കുട്ടിയും ബോധ്യപ്പെടുത്തു. അവർക്ക് വേറെ പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തിരിച്ചു വിടും. അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇപ്പോൾ തന്നെ വിട്ടയക്കും. വേറെ ഒന്നുമില്ല. അവർ ഇന്ന് രാത്രി ഫ്ലൈറ്റിന് പോകുന്നതാണ് പറഞ്ഞത്. ഒമാൻ സ്വദേശി ഹുസൈനും ഭാര്യയും മകളും 9 ദിവസം മുൻപാണ് കേരളത്തിലെത്തിയത്. കൊച്ചിയിൽ ചികിത്സയിലുള്ള സുഹൃത്തിനെ കണ്ടു മടങ്ങുന്നതിനിടെയാണ് കുട്ടികളെ ഇവർ കാണുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, രാവിലെ വലിയ ആശങ്ക ഉണർത്തിയൊരു വാർത്തയായിരുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ പലയിടങ്ങളിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പല വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതുകൊണ്ട് സ്വാഭാവികമായും കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് കുടുംബം പരാതി പിൻവലിച്ചു. അത്തരം ഒരു ഉദ്ദേശം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഉദ്ദേശം ഈ ഒമാൻ സ്വദേശികൾക്കില്ലായിരുന്നു. എന്താണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം രാവിലെ വലിയ ആശങ്കയിലേക്ക് തന്നെയായിരുന്നു ഇത് പോയത്. കാരണം ഇത് 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു എന്ന രീതിയിൽ മിഠായി നൽകുന്നു, കാറിനകത്തേക്ക് വലിക്കുന്നു എന്നെല്ലാം തന്നെ ഉള്ള രീതിയിലൊരു ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസ് ആരാണ് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ട് തന്നെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ശക്തമായൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. ഇന്നലെ വൈകിട്ട് പോണേക്കര മിഞ്ചിറ റോഡിൻ്റെ ഭാഗത്ത് വെച്ച് 2 കുട്ടികൾക്ക് നേരെ ഇവർ കാറിനകത്ത് നിന്ന് മിഠായി നീട്ടുന്നു. അതിനുശേഷം അവരെ ആ കാറിനകത്തേക്ക് വിളിക്കുന്നു എന്നതായിരുന്നു. കുട്ടികൾ ഭയന്ന് അവിടേക്ക് ഓടിപ്പോകുന്നു. കുട്ടികൾ പിന്നീട് വീട്ടുകാരോട് പറഞ്ഞത് അത്രയും അവരെ തങ്ങളെ കാറിനകത്തേക്ക് വിളിച്ച് കയറ്റാൻ ശ്രമിച്ചു എന്നതെല്ലാം തന്നെയാണ് അവരോട് കുട്ടികളോട് പറഞ്ഞത്. 5ഉം 6ഉം വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ വീട്ടുകാർ പറഞ്ഞത് തങ്ങൾ എപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ട്, മറ്റൊരാൾ പരിചയമില്ലാത്ത ഒരാൾ എന്ത് വെച്ച് തന്നാലും എന്ത് കൈ നീട്ടി തന്നാലും അത് വാങ്ങരുത്, മിഠായിയോ മറ്റെന്താണെങ്കിലും ഒരിക്കലും അത് വാങ്ങരുത്, അത് വലിയ അപകടങ്ങളിലേക്ക് ക്ഷണിക്കും, അപരിചിതരോട് യാതൊരു രീതിയിലും ഈ രീതിയിൽ അവർ തരുന്നതൊന്നും വാങ്ങി കഴിക്കരുതെന്നെല്ലാം പറയും. കാരണം നമുക്കെല്ലാം അറിയാം കാലം അത്ര നന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപദേശങ്ങൾ സ്വാഭാവികമായും കുടുംബങ്ങൾ നൽകാറുള്ളതാണ്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ ഉപദേശിക്കാറുള്ളതുമാണ്. അതുതന്നെയാണ്, അതിനനുസരിച്ച് തന്നെയാണ് ആ കുട്ടികളും പ്രവർത്തിച്ചത്. തിരികെ ഓടിപ്പോവുകയും വീട്ടുകാരോട് ഈ വിവരങ്ങൾ പറയുകയും ചെയ്തു. കാറ് അവിടെ നിന്ന് പെട്ടെന്ന് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു.
പക്ഷേ ഈ രീതിയിൽ അതൊരു പരാതിയായിട്ട് പിന്നീട് ഒരു സംശയമായിട്ടെല്ലാം തന്നെ നിന്നു. എന്താണ്, ആരാണ് ഇതിനകത്തുണ്ടായത്? കാരണം ഒരു പരിചയവുമില്ലാത്തവരാണ് ഉണ്ടായിരുന്നത് എന്നെല്ലാം തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു. മാധ്യമങ്ങൾ വലിയ രീതിയിലൊരു വാർത്തയെല്ലാം ആവുന്നു. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുകയും ഈ കാറ് കണ്ടെടുക്കുകയും ചെയ്തു. ഏത് കാറ് എന്നത് സംബന്ധിച്ച് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ CCTV ദൃശ്യങ്ങൾ വഴി കഴിയുകയും ചെയ്തു. ഇതിനുശേഷം അവരിൽ നിന്നെടുത്ത വിവരങ്ങൾ പിന്നീട് ഹോട്ടലിൽ അവർ താമസിക്കുന്നിടത്ത് എത്തുന്നു. ഇവിടെ ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ആ വീട്ടുകാരെയും ഇരുവരെയും വിളിച്ചു വരുത്തിയാണ്. കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. അതോടൊപ്പം തന്നെ ഈ ഒമാൻ സ്വദേശികളും ഇവിടെ എത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അവരത് വിശദീകരിച്ചു. അവർ പറയുന്നത് എങ്ങനെയാണ്, തങ്ങൾ ഇന്ന് അതായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ പലർക്കും തന്നെ തങ്ങളുടെ കയ്യിലുള്ള മിഠായിയും കാര്യങ്ങളും എല്ലാം തന്നെ നൽകുന്നുണ്ട്. അവരത് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഈ കുട്ടികൾ മിഠായി വാങ്ങിക്കുന്നത്, അവരെ റീൽസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്ന യുവദമ്പതികളും അതോടൊപ്പം തന്നെ അവർക്കൊപ്പമുള്ളൊരു കുട്ടിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെ ഇവിടേക്ക് എത്തിയതാണ് ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും മറ്റുമായിട്ട് ഇവിടേക്ക് എത്തിയതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ മിഠായി നൽകിയ തങ്ങളങ്ങനെ പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള മധുരം നൽകാറുണ്ട്. അന്നും നൽകി അതിൻ്റെ തുടർച്ച എന്നോണം നൽകി അത് കടന്നു പോവുകയായിരുന്നു. കുട്ടികൾക്ക് നൽകുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ ഈ അന്വേഷണ സംഘത്തിന് പോലീസിന് മുൻപാകെ നൽകുകയും ചെയ്തു. അല്ലാതെ മറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നവർ പറയും. ഈ രീതിയിൽ അത് വാർത്തയായെന്ന് പോലും അവർക്ക് പ്രത്യേകിച്ച് ഈ ഭാഷയോ മറ്റു കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവരത് അറിയുന്നില്ല. പിന്നീട് പോലീസ് അന്വേഷണം എത്തുമ്പോഴാണ് കൊച്ചു മക്കളോട് പല മാതാപിതാക്കളും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപരിചിതരായ ആളുകൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മിഠായി നൽകിയാലൊക്കെ അവർ അത് വാങ്ങരുത്, അവരോടൊപ്പം പോകരുത്. പ്രത്യേകിച്ചും ഇത് ലഹരിയൊക്കെ പല രീതിയിലും ലഹരി സംഘങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് നമ്മുടെ നിരത്തുകളിൽ സജീവമായി ഉള്ളപ്പോൾ ഇതൊക്കെ വാങ്ങരുതെന്ന്, ഇതുപോലുള്ള സംഭവങ്ങൾ അപരിചിതരിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് പറയാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യം ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടോ? ഇത് ഒരു തട്ടിക്കൊണ്ടുപോകലല്ല. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ ഭയം കാണും, ആശങ്ക കാണും. വരും ദിവസങ്ങളിൽ സ്കൂളിലൊക്കെ പോകേണ്ടതാണ്. അവരുടെ ഈ ആശങ്ക മാറ്റേണ്ടത് പോലീസിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഡാനി? ഇപ്പോൾ അവരെ സ്റ്റേഷനിലേക്ക് എവിടേക്ക് എത്തുകയും അവരോട് പോലീസ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും മറ്റ് ഒമാൻ സ്വദേശികളും ഇത്തരം കാര്യങ്ങൾ അവർക്ക് കഴിയാവുന്ന രീതിയിൽ അത് വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി പിൻവലിച്ചു. അവർ അതാവ് പറഞ്ഞനുസരിച്ച് കുട്ടിയുടെ അമ്മ പറയുന്നു, ഇത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ രീതിയിലുള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ ഈ രീതിയിലേക്ക് പറഞ്ഞത്. പക്ഷേ കാലം നന്നല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുട്ടികളോട് അത്തരം ഒരു ഉപദേശങ്ങളും എല്ലാം തന്നെ നൽകിയത്. ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. കാരണം ഇന്നലെ അവർ വല്ലാതെ തന്നെ പേടിച്ച് പകച്ചു പോയൊരു ദിവസമായിരുന്നു. കാരണം തങ്ങളെ ഈ കാറിനകത്തേക്ക് വലിച്ച് ഇടാൻ ശ്രമിച്ചു എന്നൊരു ധാരണയും എല്ലാം തന്നെ അവരിലുണ്ടായി. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ രീതിയിലേക്കൊരു അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായതെന്നെല്ലാം തന്നെ പറഞ്ഞു. ഒരു കുട്ടി മിഠായി വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് കടന്നു പോവുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മാതാവ് പറയുന്നു, കുട്ടികളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ രീതിയിൽ തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്, മറ്റൊന്നും തന്നെയല്ല. പോലീസും അത് അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു തെറ്റിദ്ധാരണയ്ക്കും ഇടയില്ലാത്ത വിധം തന്നെ ഈ കാര്യങ്ങൾ തീർത്തിരിക്കുന്നു എന്നതാണ് സ്റ്റേഷൻ CI നേരത്തെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു മനസ്സിലായി. രണ്ട് വീട്ടുകാരും പരസ്പരം നേരെ ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പക്ഷേ അതൊരു കരുതലിൻ്റെ കൂടി ഭാഗമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ അത് കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ അവരുടെ ഒരു കരുതലിൻ്റെ കൂടി ഭാഗമായിട്ട് സ്വാഭാവികമായും കുട്ടികളോട് പറയുന്നതാണ്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അത് ഒരിക്കലും വേണ്ട എന്ന് വെക്കില്ല, അതങ്ങനെ തന്നെ പോകണം എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു സമൂഹ സാഹചര്യമെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം അപരിചിതരോട് പ്രത്യേകിച്ച് കുട്ടികൾ ഇടപഴകുമ്പോഴും എല്ലാം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിലടക്കം വാർത്തയായ സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികളും ആ വീട്ടുകാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ നൽകിയ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കരുതലായിട്ട് തന്നെ കാണാം. രണ്ട് ഭാഗത്തും കുഴപ്പമില്ല. അവർ അവരുടെ ഒരു ഭാഗമായിട്ട് മധുരം നൽകുന്നു. പക്ഷേ അതിന് ഈ രീതിയിൽ ഈ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിന് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ആ കുട്ടികൾ അതിനനുസരിച്ച് അവർക്ക് നിലവിലെ കാര്യങ്ങൾ അറിയാവുന്നതനുസരിച്ച് ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രം. പോലീസ് പറയുന്നത് രണ്ടുപേരോടും കാര്യങ്ങൾ മനസ്സിലാക്കി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം സന്ദേഹങ്ങൾ ആവശ്യമില്ല. ഈ വിഷയത്തെ കരുതി ഡാനി സൂചിപ്പിച്ചതുപോലെ എന്തായാലും വളരെ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും ഇക്കാലത്ത് കുട്ടികളോടൊക്കെ മാതാപിതാക്കൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും സാധനങ്ങൾ നൽകിയാൽ, മിഠായി നൽകിയാൽ, ഐസ്ക്രീം നൽകിയാൽ ഇതൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. പക്ഷേ ഇതുപോലെ സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണെങ്കിലും ആരെങ്കിലും വാങ്ങി നൽകിയാലും
അത് വാങ്ങരുത് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസും മാതാപിതാക്കളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ എന്തായാലും തട്ടിക്കൊണ്ടുപോകലല്ല ഉണ്ടായത്. ഈ കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പരാതി ഈ കുടുംബം പിൻവലിച്ചിട്ടുമുണ്ട്. ജാനകി വേഴ്സസ് കേരള സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ചിത്രം കണ്ട് ഹൈക്കോടതി ജഡ്ജി. എറണാകുളം പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തി സിനിമ കണ്ടാണ് ജസ്റ്റിസ് എൻ നഗരേശ് പേര് വിവാദം നേരിട്ട് പരിശോധിച്ചത്. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ജാനകി എന്ന് പേര് മാറ്റാത്തതിനെ തുടർന്ന് സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിയെ ചോദ്യം ചെയ്താണ് നിർമ്മാതാക്കൾ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്തായാലും ഹൈക്കോടതി ജഡ്ജി ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഇനി നിർണായകം വരുന്ന ബുധനാഴ്ചത്തെ ഹൈക്കോടതിയുടെ നിലപാടാണ്. അന്നൊരു തീരുമാനം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ടോം, എന്തായാലും ഇന്ന് ജഡ്ജി രാവിലെ 10 മണിക്ക് തന്നെ സിനിമ കാണുന്നതിനു വേണ്ടി കാക്കനാട് പടമുകളിലുള്ള കളർ പ്ലാനറ്റിലെത്തി. അദ്ദേഹം 12:45 കൂടി തിരിച്ചു പോവുകയും ചെയ്തു. 2.5 മണിക്കൂറായിരുന്നു ചിത്രം ഉണ്ടായിരുന്നത്. ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉള്ളത്. കാരണം തുടക്കം മുതൽ തന്നെ അവർ പറയുന്ന വാദം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് അനുയോജ്യമായ പേരാണ് ജാനകി. അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന വാദത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സെൻസർ ബോർഡ് നൽകുന്ന വിശദീകരണം അത് കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 തവണയും ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് ജാനകി എന്ന പേര് മാറ്റണം? ഇതെങ്ങനെയാണ് ഒരു മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിലുള്ളവർ മാത്രം ഉപയോഗിക്കുന്ന പേരായി എങ്ങനെ പറയാൻ കഴിയും? എല്ലായിടത്തും എപ്പോഴുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പേരാണല്ലോ ജാനകി. പിന്നീട് എങ്ങനെയാണ് ഈ പേര് മാറ്റണമെന്ന ഇത്രയും വലിയൊരു വാശിയിൽ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് നിൽക്കുന്നതെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചതാണ്. അപ്പോഴെല്ലാം സെൻസർ ബോർഡിന്റെ വാദം ഒരേപോലെ ആയിരുന്നു. അതിലൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്താണ് സെൻസർ ബോർഡ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പോഴും കോടതി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു, സിനിമയുടെ സംവിധായകരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതെന്ത് പേരിടണം, എന്ത് ഇതിവൃത്തത്തിലാകണം സിനിമ ഇറങ്ങുന്നതെന്നും ഒന്നും പ്രതിപാദിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം നൽകുവാനോ സെൻസർ ബോർഡിന് കഴിയില്ല. അത് അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതൊരു സിനിമാ നിർമ്മാതാവിന്റെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി എടുത്തു പറയുന്ന സാഹചര്യം കൂടിയുണ്ടായി. കഴിഞ്ഞ ഹർജി പരിഗണിക്കുമ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടയിലായിരുന്നു ഹൈക്കോടതി തന്നെ നേരിട്ട് പോയി സിനിമ കാണാമെന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ജഡ്ജി ഇന്ന് അവിടെ എത്തി സിനിമ കണ്ട് മടങ്ങിയിരിക്കുന്നത്. ബുധനാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തൊക്കെ സിനിമാ പ്രവർത്തകരുടെ സംഘടനകളുടെ അംഗങ്ങൾ വന്ന് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റത്തിനെതിരെയൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചതായിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടി അടക്കമുള്ള സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം ഒക്കെ ഈ സിനിമാ സംഘടനകൾക്കൊപ്പം അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ്. ജാനകി എന്ന പേര് മാറ്റണമെന്ന നിലപാടിൽ തന്നെയാണ് സെൻസർ ബോർഡ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒരു ഹൈന്ദവ ദൈവമായിട്ടുള്ള സീതയുടെ മറ്റൊരു പേരായ ജാനകി അത് സിനിമയിൽ വരുമ്പോൾ അത് ഒരു വിഭാഗം ഒരു വിശ്വാസികളെ എങ്ങനെ അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറും ഈ ഒരു പേരെന്ന തരത്തിലൊക്കെ പരാമർശമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദമായിരുന്നു ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് ഉന്നയിച്ചത്. പക്ഷെ അതിനെയൊക്കെ എങ്ങനെയാണ് അങ്ങനെ കരുതാൻ കഴിയുക എന്ന ചോദ്യം തിരിച്ച് ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ബുധനാഴ്ച ആയിരിക്കും ഈ ഹർജി പരിഗണിക്കുക. ഹർജിക്കാരുടെയും അതോടൊപ്പം സെൻസർ ബോർഡിന്റെയും വാദം കേട്ടിരുന്നു. ബുധനാഴ്ച ഇനി ഹർജി പരിഗണിക്കുമ്പോൾ വീണ്ടും വിശദമായ വാദം കേൾക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഇപ്പോൾ ജഡ്ജി ഈ സിനിമ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഉത്തരവ് ഉണ്ടാകുമോ? ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയും കോടതി പറഞ്ഞ ഒരു പരാമർശം, ഇനിയും ഈ സിനിമയുടെ കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലും ഈ ഒരു ഹർജി ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, എത്രയും വേഗം ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു.
അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഈ സിനിമ കാണാമെന്ന അസാധാരണ ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഈ സിനിമ പ്രദർശിപ്പിക്കണോ, ഈ ജാനകി എന്ന പേര് മാറ്റിയതിനു ശേഷം മാത്രം പ്രദർശിപ്പിച്ചാൽ മതിയോ എന്നതിൽ ഒരു അന്തിമ ഉത്തരവ് അല്ലെങ്കിൽ അന്തിമ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിനിമ കണ്ട് മടങ്ങി ഇനി എന്താണ് ജഡ്ജിക്ക് ഈ സിനിമ കണ്ട് ഈ ജാനകി എന്ന പേര് ഈ സിനിമയ്ക്ക് പാടില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണോ, ഈ സെൻസർ ബോർഡ് പറയുന്നതിൽ കാര്യമുണ്ടെന്നാണോ കോടതിയുടെ വിലയിരുത്തൽ, അതോ അണിയറ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മേൽ അനാവശ്യമായി സെൻസർ ബോർഡ് കടന്നു കയറേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയായിരിക്കുമോ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാകുക എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും 2 ദിവസം കൂടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ കെട്ടിടവും അപകടാവസ്ഥയിലാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. 60 വർഷം പഴക്കമുള്ള കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. പല മുറികളും ചോർന്നൊഴിക്കുന്നതും കോൺക്രീറ്റ് പാളികൾ അടർന്ന് അവസ്ഥയിലുമാണ്. സേഫ്റ്റി നമുക്ക് പ്രത്യേകിച്ച് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് ഒരു പീസായിട്ട് തന്നെ കോൺക്രീറ്റും പെയിന്റും ആയിട്ട് തന്നെ പറഞ്ഞു വീഴുകയും ബെഡിലേക്ക് വീഴുകയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തന്നെ ലൂസാണ്. ചില റൂമിൽ ചില സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. In my room, in this rainy season, there is 2 inch water in the room. So we used to keep clothes to soak the water and then rinse it out in ഹോസ്റ്റൽ സന്ദർശിച്ച ചാണ്ടി ഉമ്മൻ MLA അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം കണ്ടു, നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കയറാനുള്ള റോഡിന്റെ അവസ്ഥ കണ്ടു. കയറിക്കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിന്റെ അവസ്ഥ, ബാത്റൂമിന്റെ അവസ്ഥ. താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. സാധാരണക്കാരന്റെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം. ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ആ ബിൽഡിംഗ് 2 ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് ഞങ്ങളിപ്പോ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകട മരണത്തിന് പിന്നാലെയാണ് ഇതുപോലുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ, സർക്കാർ സ്ഥാപനങ്ങളുടെ, ആശുപത്രികളുടെയൊക്കെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിരവധി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണോ ഇത്? സംഭവത്തിൽ എന്തായാലും ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കുട്ടികൾ അവരുടെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമല്ലേ? ഈ വിഷയത്തിൽ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ എന്താണ് പറയുന്നത്? ടോം, ഏതാണ്ട് 2-3 കൊല്ലമായി തുടരുന്ന ഒരു അനാസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും ചർച്ചയാകുന്നു എന്ന് മാത്രമാണുള്ളത്. അതായത് ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 1 വർഷം മുൻപ് ഇതിന്റെ ഒരു ചീൾ കോൺക്രീറ്റ് പാളി അടർന്ന് ഒരു വിദ്യാർത്ഥിയുടെ മുകളിൽ വീഴുകയും പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം 1 വർഷം മുൻപുണ്ടായതാണ്. പക്ഷേ എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇടയ്ക്ക് ഈ മെഡിക്കൽ കോളേജിന് കീഴിലെ PWD വിഭാഗം വന്ന് ചില അറ്റകുറ്റപ്പണികൾ നടത്തും. ഇതിന് മുകളിൽ തന്നെ ചില പെയിന്റുകളൊക്കെ അടിക്കും. അത്തരത്തിൽ ചില നടപടികൾ മാത്രമാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഫലത്തിൽ ഇതിങ്ങനെ അനാസ്ഥയെ തുടരുകയാണ്. ഇന്ന് നമ്മൾ അതിനുള്ളിൽ കയറുമ്പോൾ കാണുന്ന അത്രയും പരിതാപകരമായ സാഹചര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾ പലതവണ ഇന്ന് നമ്മളോട് ഈ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3 മണിക്ക് KSU ഈ ഒരു PWD ഓഫീസിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
പല ഘട്ടങ്ങളിലായി സമരം നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ പരിതാപകരമായ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഒന്നാം വർഷ MBBS വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ ബിഫാം വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അനാസ്ഥ തുടരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം വന്ന ശേഷമാണ് പലതും നന്നാക്കാനും പലതിലേക്കും മാറാനുമൊക്കെ ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ സർജിക്കൽ വാർഡിന് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല, ഓപ്പറേഷൻ തിയേറ്ററിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് ഈ പഴയ വാർഡുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നത്. ഫലത്തിൽ ഏതാണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ പുതിയ കെട്ടിടത്തിൽ വാർഡ് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതേപോലെ തന്നെ ഈ ഹോസ്റ്റലിലും ഇനിയൊരു ദുരന്തത്തിന് കാത്തിരിക്കുകയാണോ അധികൃതർ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. ശ്രീജിത്ത്, തീർച്ചയായും, കാരണം അത് തന്നെയാണ് ഒരു ദുരന്തം വന്ന ശേഷം ഇടപെട്ടിട്ട് കാര്യമില്ല. ഈ കുട്ടികളെ പകരം ഇവർക്ക് മാറ്റി ഇവരെ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടതല്ലേ? അത്തരമൊരു ആവശ്യം, ഒരു പ്രതിഷേധവുമായി സാധാരണഗതിയിൽ നമുക്കറിയാം MBBS വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാറുണ്ട്. ഇവരത്രയൊരു സംഘടിത സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയൊന്നും അവിടെ ഇല്ലേ? എന്താണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ നിലപാട്? വിദ്യാർത്ഥികളെ ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ്. ഇത് പല ഘട്ടത്തിൽ സമരം കഴിഞ്ഞു. നോക്കൂ, ഇവിടെ SFIയും KSUവും എല്ലാം അങ്ങനെയുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉള്ളതാണ്. അവർ നേരത്തെ സമരം ചെയ്തിട്ടുള്ളതാണ്. ഇതേ ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ വലിയ നായശല്യം, തെരുവ് നായശല്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും പല വിദ്യാർത്ഥികളെയും നായ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രാത്രി വൈകിയും വിദ്യാർത്ഥികൾ സമരം ചെയ്ത ചരിത്രമൊക്കെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ, ഈ ഒരു പുതിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ KSU ആണ് ഇന്ന് ചാണ്ടിയുമ്മൻ്റെയൊക്കെ സന്ദർശനം നടന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത്, അതായത് വെറുതെ പുറത്തെവിടെയെങ്കിലും പോയി പാർപ്പിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സർക്കാർ ചെലവിൽ മാറ്റി പാർപ്പിക്കണം എന്നുള്ള ആവശ്യമാണ്. മാത്രമല്ല ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണം. ഇപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. പലയിടത്തും ഇരുമ്പ് കമ്പികളാണ് പുറത്ത് കാണാൻ സാധിക്കുന്നത്. വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും. നേരത്തെ ഒരു ബീഹാർ സ്വദേശിയായ വിദ്യാർത്ഥി പോലും നമ്മളോട് സംസാരിച്ചത് ആ നിലയിലാണ്. അതായത് ഇതിൽ ഒരു മോശം അവസ്ഥയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് ഇപ്പോൾ ഇതാദ്യമായല്ല എന്നുള്ളതാണ്. ഇനി അറിയാനുള്ളത് സർക്കാർ തലത്തിലെങ്കിലും ഇക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുള്ളത്. എന്തായാലും സമരപരിപാടികളടക്കം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് അധികൃതരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ഇനിയും വരേണ്ടതുണ്ട്. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ഈ ചാണ്ടിയുമ്മന്റെ സന്ദർശനം ഏതാണ്ട് പൂർത്തിയായത്. ഇനിയിപ്പോൾ പ്രതിഷേധമുണ്ട്. ഇതിനെല്ലാം പിന്നാലെ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ടോം, വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യത്തിന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UDF. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ സമീപകാലത്ത് പ്രതിപക്ഷം ഇത്രയും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകട മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്നുണ്ടല്ലോ. ഇന്ന് സംസ്ഥാനത്തിന് വിവിധയിടങ്ങളിൽ നടന്ന പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു?
സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തരത്തിൽ തന്നെയാണ് പ്രതിഷേധം നടന്നത്. തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വഴുതക്കാടുള്ള ഔദ്യോഗിക വസതിയിലേക്കാണ് ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 12:30യോടെയാണ് മാർച്ച് തുടങ്ങിയത്. പക്ഷേ ഏതാണ്ട് 1:15 വരെ ഏതാണ്ട് 14 റൗണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ഗ്രൗണ്ടിന്റെ മതിൽ ചാടിക്കടന്ന് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഔദ്യോഗിക വസതിയുടെ അടുത്തേക്ക് വരാനായി നടത്തിയ നീക്കം കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചെറുത്തതോടെയാണ് പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ കെട്ടടങ്ങിയത്. തുടർന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരു സമീപനവും ഇന്നലെയും ഇന്നുമായി നടന്ന പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഈ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസും അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മാത്രമല്ല മന്ത്രി വീണ ജോർജിന്റെ യാത്രാവേളകളിൽ വാഹനവ്യൂഹത്തിൽ ഒക്കെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പോലീസിന്റെ കമാൻഡോസ് ഉൾപ്പെടെ വീണ ജോർജിന്റെ വാഹനവ്യൂഹത്തെ അകമ്പടി സേവിക്കുന്നുണ്ട്. കാരണം കൂടുതൽ പ്രതിഷേധങ്ങൾ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജിന് അത്തരത്തിലുള്ള ഒരു സുരക്ഷ പോലീസ് ഒരുക്കുന്നത്. രാജി എന്ന ആവശ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. പ്രതിപക്ഷം നേതാവ് ഉൾപ്പെടെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും ആരോഗ്യരംഗത്തെയും കരിവാരിത്തേക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സർക്കാരും അതോടൊപ്പം ഇടതുപക്ഷവും മുന്നണിയും പ്രതിരോധം തീർക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വീണ ജോർജിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമായി മുമ്പോട്ട് പോകാനാണ് സാധ്യത. ഇത് സർക്കാർ പ്രതിപക്ഷ ഏറ്റുമുട്ടലായി തെരുവിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. തിരുവനന്തപുരത്ത് വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിഷേധ മാർച്ചും സമാനമായ വിഷയത്തിൽ കോട്ടയത്തേക്ക് നടക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സാധാരണഗതിയിൽ ഒരു ചികിത്സാ വീഴ്ചയെ തുടർന്ന് ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു രോഗി മരിച്ചു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ഇതുപോലുള്ള വീഴ്ചകൾ ഉണ്ടായാലോ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് പാർട്ടിയും സംവിധാനങ്ങളൊക്കെ ന്യായീകരിക്കും. പക്ഷെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ഉന്നയിച്ച വിഷയം അതൊരു വശത്ത് നിൽക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണം, ആലപ്പുഴയിലെ കുഞ്ഞുങ്ങളുടെ മരണം, അങ്ങനെ നിരവധിയായിട്ടുള്ള പിഴവുകൾ വീഴ്ചകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കം വീട്ടുന്ന രീതിയിൽ ഈ ആരോഗ്യവകുപ്പ് മാറുമ്പോൾ ഒരു തിരുത്തൽ വേണ്ടതല്ലേ, നടപടി വേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സംവിധാനം പാർട്ടി CPM ഈ ആരോഗ്യമന്ത്രിയെ അല്ലെങ്കിൽ ഈ വകുപ്പിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ തരത്തിൽ ലോകം മുഴുവൻ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയുടെ സമയത്ത് കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ആ വലിയ വെല്ലുവിളിയെ നേരിടുന്നതിന് വേണ്ടി നടത്തിയ നീക്കങ്ങളും അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ നടത്തിയ ഇടപെടലുകളുമൊക്കെ വലിയ തരത്തിൽ പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് മാറിയതാണ്. അതേ വകുപ്പിലേക്ക് വീണ ജോർജ് ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് എത്തിയപ്പോൾ ആദ്യ സമയം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും അത് വിവാദങ്ങൾക്ക് വഴിവെക്കുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. വീണ ജോർജിനോട് വ്യക്തിപരമായുള്ള വിരോധം തീർക്കുന്ന നീക്കമാണ് പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഭാഗത്തു നിന്ന് അന്നുമുണ്ടായി. പക്ഷേ ഈ സമീപകാലത്തായി വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന പശ്ചാത്തലമുണ്ടോ എന്ന യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് തിരക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തതോടെയാണ് വീണ്ടും ഈ ആക്ഷേപങ്ങൾ തലപൊക്കി തുടങ്ങിയത്. അദ്ദേഹത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ നടത്തിയ വിമർശനം ആരോഗ്യമേഖലയെ മുഴുവൻ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലെന്നാണ്. അതിന് ആ പ്രതിഷേധങ്ങൾ
തെല്ലൊന്ന് കെട്ടടങ്ങുന്നതിനിടയിലാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീഴുകയും ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെയാണ് സമാനതകളില്ലാത്ത പ്രതിഷേധം സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസമായി ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മുന്നണിക്കകത്ത് നിന്ന് വകുപ്പിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യം പ്രത്യക്ഷത്തിൽ ആരും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഉൾപാർട്ടി ചർച്ചകളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ, CPM-ന്റെ ജില്ലാ നേതാക്കൾ അടക്കം ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുള്ള വിമർശനങ്ങളിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിലവിലെ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ആവശ്യങ്ങളുടെ ആക്കം കൂടാനാണ് സാധ്യത. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തിരുത്തൽ ആവശ്യമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കും. തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ, പ്രത്യേകിച്ചും നിരവധി മനുഷ്യർ പ്രതീക്ഷയോടെ കാണുന്ന, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവൻ തന്നെ നിലനിർത്തേണ്ട ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഇതിൽ തിരുത്തൽ വേണം, മാറ്റം വേണം. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് സർക്കാരും പാർട്ടിയും നടത്തേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.